എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇവിടെ കൊല്ലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നാണ് കിംസ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത്. ഹെമറ്റോളജീനെ ഫസ്റ്റ് പോയി കാണിച്ചിട്ട് അവിടെ നിന്ന് അവരുടെ റെഫറൻസിൽ സർജനെ കാണിക്കാനും ഗൈനക്കിനെ കാണിക്കാനാണ് ഇന്നലെ അവിടെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഹെമറ്റോളജിയിലായിരുന്നു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെ സഹായത്താലും ഇപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയോളം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് എമൗണ്ട് വരുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ഇട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. 3 ദിവസം കൊണ്ട് ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു എമൗണ്ട് കൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ പോകുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം കൂടുതൽ അപ്ഡേറ്റ്സ് വേറൊരു വീഡിയോയിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം ഇടാം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുസ്സിലെ ഒരു ദിവസം കുറഞ്ഞെന്ന് പറയുന്ന പോലെ എനിക്കിന്ന് 27 വയസ്സായി. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് എനിക്ക് എൻ്റെ ലൈഫിലൊരു വലിയ ട്രാജഡി സംഭവിക്കുന്നത്. ജനുവരിയിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടു. ഫെബ്രുവരി 16-ാം തീയതി എൻ്റെ വലത്ത് ഭാഗത്തെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു, പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അടുത്ത ഭാഗത്ത് ഒരു 20% കേൾവിയിൽ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ കേൾവി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നു ചെവീൻ്റെ കേൾവി തിരിച്ചു കിട്ടിയോന്ന്. ചെവീൻ്റെ കേൾവി ഒരു തവണ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടതിനാൽ അത് പെർമനൻ്റ് ലോസ് തന്നെയാണ്. പിന്നെ അത് തിരിച്ച് കിട്ടാൻ വളരെ പ്രയാസമാണ്. നമ്മൾ ചെവിൻ്റെ കേൾവി പോയി കഴിഞ്ഞാൽ 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ സ്റ്റിറോയിഡുകൾ അടിച്ചതിന് ശേഷം ഒന്നുകൂടെ നോക്കും ചെവിൻ്റെ കേൾവിൻ്റെ കാര്യങ്ങളൊക്കെ. ആ സമയത്തും റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ അതോടെ ചെവിൻ്റെ കേൾവി നഷ്ടപ്പെട്ടിട്ട് തന്നെ ഉള്ളതാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. അപ്പം ആ സമയത്ത് ഞാൻ വിചാരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇനിയും നടക്കാൻ ബാക്കിയുള്ള ഒരേ ഒരു കാര്യം അതാണെന്നാണ്. പക്ഷെ അതല്ല. അതിൻ്റെ ശേഷവും ഓരോന്നായിട്ട് ഇങ്ങനെ അസുഖങ്ങൾ കൂടി ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളും എന്താ പറയുക, വളരെ റെയറായിട്ട് വരുന്ന കുറേ മാറാരോഗങ്ങളും അതേപോലെ കുറേ വേദനകളും കാര്യങ്ങളൊക്കെ സഹിച്ച് ഈ ഒരു വർഷം വരെ എത്താൻ സാധിച്ചു, അൽഹംദുലില്ലാഹ്. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ 12 മണിയായപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഉറക്കത്ത് വന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഉറക്കത്ത് എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇവരൊക്കെ ഒരു വലിയ സർപ്രൈസ് തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇത്രയും പെയിൻഫുള്ളായിട്ടും ഇത്രയും ഒരു മോശാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എന്നെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഒരു എന്താ പറയുക സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസ് എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂടെ കാണിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസൊക്കെ മേ ബി ഞാൻ ആലോചിക്കും ഇതൊക്കെ എൻ്റെ അവസാന നാളുകളിലേക്കുള്ള എന്താ പറയുക സന്തോഷങ്ങളാണോ എന്നൊക്കെ ഞാൻ ആലോചിക്കലുണ്ട്. പിന്നെ നമ്മൾക്ക് ആയുസ്സൊന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു അസുഖമില്ലാത്ത ആൾക്കാർക്കും പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഘട്ടങ്ങളുണ്ട് ഈ ഒരു ടൈമിൽ. ഇപ്പം വളരെ കൂടുതലാണ്. പക്ഷെ അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഇത്രയും അസുഖം ബാധിച്ചിട്ടും പഠിച്ചവൻ ആയുസ് നീട്ടിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷെ അത് വലിയ വലിയ വേദനകളിലേക്ക് ആവരുത് എന്നുള്ള ദുആ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സർജറിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളെല്ലാവരും സഹായം ദുആ കൊണ്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളെല്ലാവരും എന്നെ ദുആയിൽ ഉൾപ്പെടുത്താം. ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് എന്നെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കോൾ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്, രാവിലെ തൊട്ടേ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായതുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ മുമ്പോട്ടുള്ള അപ്ഡേറ്റ്സ് അറിയിക്കാം. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.